ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം അത് ഒരു റീയൂസിങ് ആണ്. അപ്പോൾ ഇതെന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് റീയൂസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം, അല്ലാണ്ട് ഫുൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്താലും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ്, അതായത് ഏത് ഐറ്റം റീയൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കമൻറ്റ് ചെയ്തോളെ. വീഡിയോ ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് റീയൂസിങ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതെല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്നോടെ ഒരു ഷർട്ട് എടുത്തിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ ആവശ്യമായിരിക്കും ഉപയോഗിക്കാത്ത ഷർട്ടാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ പോക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പ് ഷർട്ടിൽ നിന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അധികം വർക്കിൽ നമ്മൾ കുറച്ച് എലാസ്റ്റിക്കും അങ്ങനത്തെ കുറച്ച് മിനുക്ക് പണികളാണ് നമ്മൾ ഇന്നത്തെ ഗാർമെൻറ്റ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ഷർട്ടിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ ബട്ടൺ എവിടെ പോയി ചെക്ക് ചെയ്ത് ബട്ടൺ ഞാൻ വേറൊരു ഗാർമെൻറ്റിന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് ബട്ടണിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺസ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നേരെ ഈ ഷർട്ടിൻ്റെ നമുക്ക് കോളർ ആവശ്യമില്ല. അപ്പോൾ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത ഷർട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയൊന്നും വഴക്കൊന്നും വാങ്ങിച്ച് വയ്ക്കരുത്. ഇതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിട്ടുണ്ടാവുക 3 ഇഞ്ചാണ്. ബാക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്ലെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഏകദേശം 2 ഇഞ്ചിൻ്റെ അടുത്തേക്ക് കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അപ്പോൾ ഈ ലേബിൾ പോവും. ഇപ്പം നമ്മുടെ കഴുത്ത് ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കഴുത്തിന് ഇനി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ നമുക്ക് ധാരാളമാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി നെക്ക് പോർഷൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മെഷർ ചെയ്യാം എല്ലാവരും. ഞാനിവിടെ ഒരു 14 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് 14 ഇഞ്ച് ടോട്ടൽ മതി. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു എലാസ്റ്റിക് ഇടാണ് ചെയ്യുന്നത്. 14 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിലെ രണ്ടും കൂടി അതേപോലെ ഈ ഷോൾഡർ രണ്ടും ഒരേ പോലെ വെക്കാമെന്നുണ്ടെങ്കിൽ 2 സ്ലീവിൻ്റെ ലെങ്ത്ത് വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഷർട്ടിൻ്റെ കൈയും മുറിച്ചു. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് കട്ടിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് ലെങ്ത്ത് ഒരു 12 ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. 12 ഇഞ്ച് യോക്ക് ടാപ്പ് കട്ട് ചെയ്താലും നമ്മൾ ഈ പൊസിഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സ്ലീവും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം, അപ്പോൾ ഈ മെഷർമെൻ്റ് ഒന്നും അധികം പറഞ്ഞു ബുദ്ധിമുട്ടില്ല. നമ്മുടെ അടുത്ത് ഒരു ഓൾറെഡി നമ്മൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ടോപ്പ് ഉണ്ടാവും. ആ ടോപ്പിൻ്റെ മെയിൻ പോർഷൻ ഇങ്ങനെ വയ്ക്കുക കറക്റ്റ്. അതിനുശേഷം ഈ ഷോൾഡർ എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് നമുക്ക് ഈ കൈ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൂട്ടിയിടാം. അതിനുശേഷം ഈ ആം ഹോൾ എത്രയാണോ വരുന്നത് ഈ സെയിം നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് ലൂസ് കൂടി ചേർത്തിട്ടിടാം. അപ്പോൾ മെഷർമെൻറ്റ് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ആരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം മീൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത് ഓരോ കാര്യങ്ങളും. നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഷർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ ഉടമ വിചാരിക്കും ഈശോ ഇതിനും പേര് ഈ ഷർട്ടിനെ കത്തിച്ച് കളയുന്നതാന്നൊക്കെ. അപ്പോൾ അതാ നമ്മുടെ ഷർട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും നല്ല രസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോട്ടം വശത്തിൻ്റെ 2 പീസാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്തടിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ബട്ടൺസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിനിവിടെ വേറെ ബട്ടൺസ് ഷോ ബട്ടൺ ടൈപ്പ് വുഡിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് ബട്ടൺസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഓൾറെഡി നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പ് ബട്ടണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഷോ ബട്ടൺ മരത്ത് ചെയ്തു. ഇനി നമ്മൾ തുമ്പശത്ത് ചെറിയൊരു സ്ലിറ്റ് നമ്മൾ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നേരെ അടിച്ചു പോയാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സ്ലിറ്റ് മഞ്ഞ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന്. സൈഡൊക്കെ ഓൾറെഡി നമ്മൾ ഷർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാരണം നമുക്ക് വലിയ പണി അവിടെ വരുന്നില്ല. അടുത്ത് നെക്ക് പോർഷൻ നമ്മൾ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ഫോൾഡിങ് പ്ലസ് ഒരു ഫോൾഡിങ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഷിമ്മീടെ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഫോൾഡിങ് ചെയ്തടിക്കില്ലേ, അതുപോലെയാണ് ചെയ്തിരുന്നത്. ഈ പൊസിഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ലീവിൻ്റെ അവിടെ ബാലൻസ് കട്ട് ചെയ്താൽ ആ തുണി ഉപയോഗിച്ച് ചെറിയ ചെറിയ റഫിൾസൊക്കെ ചെയ്താൽ ഭംഗി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലേസോ അല്ലെങ്കിൽ പേളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ആ കോളർ തന്നെ നിർത്തിക്കൊണ്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളറായിട്ടുള്ള ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കോളർ വെട്ടിക്കളഞ്ഞിട്ട് നെക്ക് ബാൻഡ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം. ആ കോളർ വെട്ടിക്കളഞ്ഞിട്ട് നെക്ക് ബാൻഡ് ചെറിയ ലേസോ അല്ലാന്നുണ്ടെങ്കിൽ പേളിലൊക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ ലുക്കായിരിക്കും. അടുത്ത സ്ലീവിൽ നമ്മൾ ഞാൻ പറഞ്ഞു ചെറിയ റഫിൾസ് മാതിരി വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ സ്ലീവ് ഒന്ന് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. വേറെ ഒന്നുമില്ല, അതിൻ്റെ ഒരു സൈഡിൽ ഇച്ചിരി കട്ടി കൂടി അവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത കട്ടിയുള്ള വശം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടികവശം മടക്കി തയ്ക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ എലാസ്റ്റിക് ഇടുന്നതിനായിട്ട് നമുക്ക് ഫുൾ റൗണ്ട് എലാസ്റ്റിക് വേണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്കിപ്പോൾ ഒരു 4 ഇഞ്ചോ 3 ഇഞ്ചോ ഒരു ഗ്യാപ്പിൽ ഒരു 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വെച്ചാൽ തന്നെ അത്യാവശ്യത്തിന് ചെറിയ റഫിൾസ് ആവും. ഇതേപോലെയാണ് വരിക. ലാസ്റ്റ് ഫൈനലായിട്ട് ആ സ്ലീവ് വരിക അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ചെയ്യാണ് വേണ്ടത്. കഴുത്ത് ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് നമുക്ക് ഫ്രണ്ട് പ്ലാക്കറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യാൻ വേണ്ടോ. ഞാൻ സ്ലീവ് ഓൾറെഡി അടി നമ്മൾ മടക്കിയെടുത്ത് എലാസ്റ്റിക് വെച്ചു. പിന്നെ ഷോൾഡറും ഇത് നമ്മൾ ജോയിൻ ചെയ്യുക. പിന്നെ സൈഡ് കൂട്ടുക ആ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട്. ഞാൻ പറഞ്ഞിരുന്നു ഒരു അളവ് ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതേ അങ്ങനെ വെച്ച് അതിൻ്റെ മേലെ കൂടെ മാർക്ക് ചെയ്ത് അടിച്ചാലും മതി. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിന് ഫ്രണ്ടിലാണ് ചെറിയ ചെറിയ റഫിൾസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാക്കിലും ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1-2 ഫ്ലീറ്റ് ഇടാം ലൂസിന് വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഇടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറൊക്കെ മീൻസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ് ഫ്രണ്ടിലിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ഫ്ലീറ്റ് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോക്സ് ഫ്ലീറ്റ് ഇടാം, അല്ലെങ്കിൽ നൈഫ് ഫ്ലീറ്റ് തന്നെ ഇടാം. ഏതായാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ 2 സൈഡിൽ കുഞ്ഞതായിട്ടൊരു 3 ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത്.
ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 കളർ ഷർട്ട് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് സ്ലീവും മധ്യമേ ഓഫ് പാൻറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു കോംബോ ടൈപ്പിൽ നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ നല്ല രസമുണ്ടാവും. അല്ലെങ്കിൽ സിംഗിൾ കളർ ചെയ്താലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് പോർഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ അടിച്ചിലോ വേറെ ഏതെങ്കിലും ഒരു തുണി പീസ് വെച്ച് ചെറിയ ഫ്രിൽസോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോർഡറോ മാതിരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമുക്കിതിപ്പോൾ ഓവർലോക്കിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു തുണിയായിരുന്നു. റയോൺ കോട്ടൺ ആണ്, കാരണം തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നല്ല തുണിയാണ്. അപ്പോൾ ഇത് വേസ്റ്റ് ചെയ്യേണ്ട. നമുക്കിതിപ്പോൾ പുറത്തേക്കായാലും ഇടാം, വീട്ടിലിടാം, എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിത് അത്യാവശ്യം ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്. ജീൻസിൻ്റെ ഒപ്പായാലും ഇടാം. അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. നമ്മളിതിൽ ചെറിയ ബട്ടൺസാണ്, വുഡിൻ്റെ ബട്ടൺസാണ് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്ജിൽ എംബ്രോയിഡറിയോ അല്ലാതെ ഈ ചെറിയ ചെറിയ ഹാൻഡ് വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഷർട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഷർട്ടൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയെടുക്കുക. ആവശ്യമില്ലാത്ത ഷർട്ടല്ലേ നോക്കിയെടുക്കുക. നമുക്കിപ്പോൾ നോർമലി ഇങ്ങനത്തെ ഒരു ഷർട്ട് ഇടാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ടോപ്പ് അടിച്ച് നമുക്ക് തോന്നില്ല. ഈ ഷർട്ട് മുന്നേ കണ്ടുള്ളവർക്ക് ഇത് ഷർട്ടാണ് തോന്നുമ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ റെഡിമെയ്ഡ് ടോപ്പൊക്കെ ഇങ്ങനത്തെ ഒരു മോഡലിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഷർട്ടാണെന്ന് ഫീൽ ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഷർട്ടിൻ്റെ പോർഷൻസ് ആയിട്ടുള്ള കോളർ, കഫ് ഒക്കെ നമ്മൾ മാറ്റി വേറെ ടൈപ്പിലേക്ക് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഷർട്ട് എന്നുള്ളൊരു എഫക്റ്റ് നന്നായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതേപോലെ റെഡിമെയ്ഡ് കുർത്തീസൊക്കെ ഇങ്ങനത്തെ മോഡലിലൊക്കെ ഇപ്പോൾ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. ഇപ്പോൾ പപ്പയുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇച്ചിരി വലിയ ഷർട്ടായിരിക്കണം. അതായത് നമ്മുടെ സൈസിനായിട്ട് കുറച്ച് വലിയ സൈസാണ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോളറൊക്കെ വെട്ടുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ആംഹോളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു കട്ടി വശം കളയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് നമുക്കിവിടെ വേറെ ഫ്രിൽസ് വയ്ക്കാം, നെക്കിൽ ഫ്രിൽസ് വയ്ക്കാം, പിന്നെ എഡ്ജ് വെസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ വെറൈറ്റീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. പറയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. See you in another video. Bye.